ഇവിടെ ഒരു കുഞ്ഞിനെ കടൽ തീരത്ത് ബേബി ബാസ്ക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു തിര വന്ന് ആ ബാസ്ക്കറ്റിനെ കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അത് കുറച്ചു ദൂരം ഒഴുകിപ്പോയതിനു ശേഷമാണ് അച്ഛൻ അത് കാണുന്നത്. ഉടനെ തന്നെ അവർ ഒരു ബോട്ടും എടുത്ത് കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി പോകുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയി കാറ്റും മഴയും ശക്തമാവുന്നു. ആ മഴയിൽ അടുത്തുള്ളവരെ പോലും കാണാൻ കഴിയുന്നില്ല. ബാസ്ക്കറ്റ് ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കുറെ നേരം അന്വേഷിച്ചിട്ടും കുഞ്ഞിനെ കണ്ടെത്താനായില്ല. വേറെ വഴിയില്ലാതെ അവർ തിരികെ പോകുന്നു. ഇദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ട്. മകളെയും കൂട്ടി അയാൾ ആ ദ്വീപിൽ നിന്ന് പോകുന്നു. കുഞ്ഞിനെ നഷ്ടമായ സങ്കടത്തിൽ അയാൾ മദ്യപാനം തുടങ്ങുന്നു. അങ്ങനെ 3 വർഷം കഴിയുന്നു. ഇയാൾ ഇങ്ങനെ മദ്യപിക്കുന്നത് കൊണ്ട് മകളുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് കൂടെയുണ്ടായിരുന്നവർ അവളെ മുത്തശ്ശനും മുത്തശ്ശിയുമുള്ള ദ്വീപിൽ കൊണ്ടാക്കുന്നു. അവരുടെ ദ്വീപിൽ നിന്ന് നോക്കുമ്പോൾ ഇവർ കുഞ്ഞായിരുന്നപ്പോൾ താമസിച്ചിരുന്ന ദ്വീപ് കാണാൻ സാധിക്കും. ആ ദ്വീപിൽ ഇപ്പോൾ ആരുമില്ല. അങ്ങനെ ഒരു ദിവസം അവൾ രാത്രി ആ ദ്വീപിലേക്ക് നോക്കുമ്പോൾ അവിടെ തീ കത്തുന്നത് പോലെ കാണുന്നു. അതെന്താണെന്ന് നോക്കുന്നതിനായി മുത്തശ്ശനെയും കൂട്ടി പിറ്റേന്ന് തന്നെ അവിടേക്ക് പോകുന്നു. അവളെ അവിടെ നിന്ന് കളിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഫിഷിങ്ങിനായി പോകുന്നു. അപ്പോൾ അവൾ ഒരു കൊച്ചുകുട്ടി മാത്രം ആ ദ്വീപിൽ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നത് കാണുന്നു. അത് അവളുടെ അനിയനായിരിക്കുമെന്ന് വിചാരിച്ച് അവന്റെ പേര് വിളിക്കുന്നു. പക്ഷെ അവൻ ഇതുവരെ മനുഷ്യരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അവളെ കണ്ടതും അവന്റെ ബാസ്ക്കറ്റിൽ കയറി വീണ്ടും കടലിലേക്ക് തന്നെ പോകുന്നു. ആ ബാസ്ക്കറ്റ് കണ്ടതിന് ശേഷമാണ് അത് തീർച്ചയായും അവളുടെ അനിയനാണെന്ന് കൺഫേം ചെയ്യുന്നത്. വീട്ടിലേക്ക് വന്നതിന് ശേഷം അതിനെപ്പറ്റി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നു. പക്ഷെ അവർ അത് വിശ്വസിക്കുന്നില്ല. വീണ്ടും ഒരു ദിവസം ഒരു കസിന്റെ സഹായത്തോടെ അവൾ ദ്വീപിലേക്ക് വരുന്നു. വന്നു നോക്കുമ്പോൾ അവർ താമസിച്ചിരുന്ന ആ വീടിനകത്ത് അവനൊരു ചീലിനൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവളെ കണ്ടതും അവൻ വീണ്ടും കടലിലേക്ക് തന്നെ പോകുന്നു. അവൾ അവന്റെ പുറകെ പോകുന്നു. നോക്കുമ്പോൾ അവന്റെ പുറകെ തന്നെ ആ സീലും കടലിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഇത്രയും നാളും തന്റെ അനിയനെ വളർത്തിയത് ആ സീലാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം ഒരു ദിവസം അവൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വീണ്ടും ആ ദ്വീപിലേക്ക് വരുന്നു. ദ്വീപിൽ എല്ലാവരും നിൽക്കുന്നത് കണ്ട് അവൻ വീണ്ടും കടലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ സീലുകളെല്ലാം ചേർന്ന് ഇതാണ് നിന്റെ ഫാമിലി എന്ന് പറയുന്ന രീതിയിൽ അവനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ അവനും ഇത് തന്നെയാണ് തന്റെ ഫാമിലി എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ തന്റെ ഫാമിലിയോടൊപ്പം ഒന്നിക്കുന്നു.